ഇന്ദിരാ ഗ്യാരണ്ടികളൊക്കെ നടപ്പിലാക്കി തുടങ്ങിയെന്ന ആവേശമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ നടപ്പിലാക്കിയത് എന്താണ്? ആശമാർക്ക് 3000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുത്തു. ഇത് സമരം തുടങ്ങിയ നാളുകളിൽ ഇടതുമുന്നണി പറഞ്ഞതാണ് നിങ്ങൾക്ക് 3000 രൂപ കൂട്ടിത്തരാമെന്ന്. എന്നിട്ട് ആ സമരമൊക്കെ അവസാനിച്ച ശേഷം 2000 രൂപ ആദ്യം കൊടുത്തു, പിന്നീട് ഇലക്ഷന് തൊട്ട് മുമ്പേ 1000 രൂപ വീണ്ടും വർദ്ധിപ്പിച്ചു. അങ്ങനെ 1000 രൂപ ഓണറേറിയം വാങ്ങിയിരുന്ന ആശമാർക്ക് 9000 രൂപ ഓണറേറിയം ലഭിക്കുന്ന തരത്തിലാക്കിയത് ഇടതുമുന്നണി സർക്കാരാണ്. അതിനുശേഷം വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു അവരുടെ ഓണറേറിയം 21,000 രൂപയാക്കുമെന്ന്. ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ, വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകൾ അതേപടി പാലിക്കുന്ന വ്യക്തിയായിരുന്നുവെങ്കിൽ ഉറപ്പായും ആശമാർക്ക് 21,000 രൂപ ഓണറേറിയം നൽകണമായിരുന്നു. പക്ഷേ സൂസിയുടെ മിനിയൊക്കെ ഇപ്പോൾ കോൾമേറിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രയെങ്കിലും ലഭിച്ചല്ലോ എന്ന്. 3000 രൂപ കൂട്ടിക്കൊടുത്തു. അത് നല്ല കാര്യം തന്നെയാണ്, അതിനെ വിമർശിക്കുക അല്ല ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇതിൻ്റെ സാങ്കേതികത്വവും ഇതിൻ്റെ ശരിയും പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതൊരു കേന്ദ്ര സർക്കാർ പ്രോജക്റ്റാണ്. കേന്ദ്ര സർക്കാർ പ്രോജക്റ്റിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം, ധനസഹായവും അവർ കാശ് കൂട്ടിയില്ലെങ്കിൽ, കൂടുതൽ തന്നില്ലെങ്കിൽ, ഈ മിഷന് വേണ്ടി കൂടുതൽ ചെലവഴിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിന്മേൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് അന്ന് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം, പ്രിയപ്പെട്ട ആശമാരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? അടുത്ത വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ഉടനെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? നിങ്ങൾക്ക് 21,000 രൂപ തരണമെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ കൂടി പരിഗണിക്കണം. പരിഗണിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചു. അപ്പോൾ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പോൾ വിമർശകർക്ക് ഒന്നും ചോദ്യങ്ങളില്ല. കാരണം എന്താണ്? ഇതേ കാര്യം തന്നെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച്, സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് കൃത്യമായ പഠനത്തിന് ശേഷം ഒരു സമിതിയെ നിയോഗിച്ച് പഠനത്തിന് ശേഷം നമുക്കത് ചെയ്യാം എന്ന് ഇടതുമുന്നണി സർക്കാർ പറഞ്ഞപ്പോൾ സമരം ആളിക്കത്തിക്കുകയാണ് ഇവരൊക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. അതൊരു സ്പോൺസേഡ് സമരമായിരുന്നു. ആ സ്പോൺസേഡ് സമരത്തിൻ്റെ ഭാഗമായിരുന്നു ആശാസമരം. അല്ലാതെ എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമല്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് തീർപ്പാക്കേണ്ട ചുമതല കേന്ദ്ര സർക്കാരിനാണ്. ഏതായാലും വി.ഡി. സതീശൻ അവർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അത് വലിയൊരു സംഭവമല്ല. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ പൂർത്തീകരണവും അതല്ല എന്ന പരമാർത്ഥം കൂടി ജനങ്ങൾ മനസ്സിലാക്കണം.